ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ ടിക്ക മസാലയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കൻ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു 300 ഗ്രാം ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്കിതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പൊടികളൊക്കെ ചിക്കൻ എടുക്കുന്നതിനനുസരിച്ച് കൂട്ടിയെടുക്കണം. പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിലൊക്കെ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മുറി നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത് മുന്നേ. അപ്പോൾ അധികം എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതുപോലെ ചിക്കൻ്റെ ഓരോ പീസ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് ബ്രൗൺ കളറായി വരുമ്പോൾ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിവിടെ മറ്റൊരു പാൻ വെച്ച് കൊടുക്കാം. ഈ പാനൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള അതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ ചിക്കന് പൊരിച്ചെടുത്തപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി പോവരുത്, ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്കൊരു 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാലയും അതുപോലെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഇവിടെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഫ്രഷ് ക്രീമും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഗ്രേവിയൊക്കെ ഒന്നും കൂടെ തിക്കായിട്ട് വരും. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 നുള്ളി കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്